കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം പ്രധാനമുള്ള ദിക്കുകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കാണ് കന്നിമൂല. അപ്പോൾ ആ കന്നിമൂലയെ നമ്മൾ യഥാവിധി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം അനുസരിച്ച് നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പം നമുക്ക് രണ്ട് മഹത്തായ ശാസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്രവും ഒന്ന് ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയും. അപ്പം ഇത് രണ്ടിലും ഞാനിത് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് വരാവുന്ന കന്നിമൂലയുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് നേടാവുന്ന സൗഭാഗ്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വീടിനെ നമ്മൾ 9 കളങ്ങളാക്കി തിരിക്കണം. ഇപ്പം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ കന്നിമൂല ആയിരിക്കില്ല 3000 സ്ക്വയർ ഫീറ്റിലായിട്ട് പണിയുന്നൊരു വീടിന് കന്നിമൂല. രണ്ടിൻ്റെയും മൂല ഈ പറയുന്ന ദിക്കിലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ ഭാഗം തന്നെയായിരിക്കും. ഇപ്പം 8 ദിക്കുകൾ ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ കന്നിമൂലയും 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ കന്നിമൂലയും. ഇത് 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ കന്നിമൂലയാണെന്ന് കരുതുക. അപ്പം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ കന്നിമൂല എത്രയായിരിക്കും? ഇതിൻ്റെ 1/5 ചുരുങ്ങൂലേ? ഇത്രയേ കാണത്തുള്ളൂ. അപ്പം വീടിൻ്റെ അളവ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വലുതാകുന്നതനുസരിച്ച് ദിക്കുകളും വലുതാകും. ഇനി നമുക്ക് പൊതുവായിട്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. ഇപ്പോൾ നമ്മൾ കന്നിമൂല എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് കന്നിമൂല എന്ന് പറയും. കാരണം ഈ തെക്കും പടിഞ്ഞാറും കൂടി ചേരുന്ന ആ മൂല. പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മൊത്തം ഈ വീടിൻ്റെ കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പം 360 ഡിവൈഡഡ് ബൈ 8 അപ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ വീടിൻ്റെ 8ൽ1 ഭാഗം തെക്ക് പടിഞ്ഞാറാണ്. ഇപ്പോൾ ഇവിടെ പലർക്കും വരുന്നൊരു മിസ്റ്റേക്ക്, ഇവിടെ പുതിയ വീട് വയ്ക്കുമ്പോൾ പുതിയ വീട് വെച്ചിട്ട് എൻ്റെ കയ്യിൽ പ്ലാൻ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് തരുമ്പോൾ കാണുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ബെഡ്റൂമാണ്, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ടോയ്ലറ്റാണ്, ഇത് ഡ്രസ്സിങ് റൂമാണ്. ഇങ്ങനെ വരുന്ന പല വീടുകളും നമ്മളിൽ പ്ലാൻ ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ട് തരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കന്നിമൂലയിൽ കയറിയാണ് ഇതിൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഇത് ഈ പ്ലാൻ പറ്റില്ല, കന്നിമൂലയിൽ ടോയ്ലറ്റാണ്. അല്ല, കന്നിമൂല ഇതല്ലേ സാറേ, ഇത് ഇവിടെ ഡ്രസ്സിങ് റൂമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിങ് റൂമാണ്, അപ്പോൾ കന്നിമൂല വിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അത് തെറ്റാണ്. വീടിൻ്റെ 8ൽ1 ഭാഗം, അതായത് ഇത്രയും ഭാഗം കന്നിമൂലയ്ക്ക് അവകാശപ്പെട്ട ദിക്കാണ്. ഇപ്പോൾ ഒരമ്മയ്ക്ക് 8 മക്കളുണ്ടെങ്കിൽ 8 പേർക്കും തുല്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം തെക്ക് പടിഞ്ഞാറിൻ്റെ അതിൽ വരുന്നതാണ്, അതിൽ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതിൽ എവിടെ നിങ്ങൾ ടോയ്ലറ്റ് പണിഞ്ഞാലും ഈ മൂലയിൽ ടോയ്ലറ്റ് വെക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാമോ അത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെയും വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല. അപ്പം കന്നിമൂലയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം കന്നിമൂലയിൽ ഈ ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല. വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് നമുക്ക് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല, ഇവിടെയും വരാൻ പാടില്ല. ഇവിടെ എവിടെ വന്നാലും കന്നിമൂലയിൽ കയറും, ഇവിടെ വന്നാലും കന്നിമൂലയിൽ കയറും. സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. ഈ ഭാഗത്ത് കിണർ ബോർവെല്ല് വരാൻ പാടില്ല. ഈ ഭാഗത്ത് അപ്പോൾ ഇവിടെ എന്തൊക്കെ പാടില്ല? സെപ്റ്റിക് ടാങ്ക് പാടില്ല, കിണർ പാടില്ല, ബോർവെല്ല് പാടില്ല, ഗേറ്റ് പാടില്ല, കാർ പോർച്ച് പാടില്ല. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കും. ഈ കിണർ, സെപ്റ്റിക് ടാങ്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നു. അതേസമയം ഈ ഭാഗത്ത് ഗേറ്റ്, കാർ പോർച്ച് എന്നിവ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല എന്ന് വാസ്തുവിൽ പറയുന്നു. അപ്പം വാസ്തുവിലായാലും ഫെങ്ഷുയിലായാലും ഈ ഭാഗത്ത് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നല്ലതല്ല. ഇനി വസ്തുവിലാണെങ്കിൽ ഈ ഭാഗം താഴ്ന്നു കിടക്കുന്നതോ ഈ ഭാഗത്ത് ഉള്ള കുഴികളോ ചരിവുകളോ ഒന്നും പാടില്ല. ഇവിടെ ഉയർന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ് ഭൂമി ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ കന്നിമൂലയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ആകാം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം,
ഇവിടെ നമുക്കൊരു ബെഡ്റൂം ആവാം. വാസ്തുവിൽ പറയുന്നു തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഗൃഹനാഥനും ഗൃഹനാഥയും താമസിക്കുന്ന രീതിയിലുള്ളൊരു ബെഡ്റൂം പണിയാനായിട്ട് വാസ്തുവിൽ പറയുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാം. അടുത്തത് അവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാം. അടുത്തത് നമ്മുടെ വസ്തുവിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം. ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്നു, കൺസൾട്ടിങ്ങിന് ചെന്നപ്പോൾ ഇതിൻ്റെ ഈ തെക്കു പടിഞ്ഞാറ് ഭാഗം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെങ്കിൽ അത് പാടില്ല. തെക്കു പടിഞ്ഞാറ് ഭാഗം അടച്ചെടുക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തുള്ളൂ. അപ്പം തെക്കു പടിഞ്ഞാറ് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് ക്ഷയിക്കും. വീട്ടിൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യയും ഭർത്താവും തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തെക്കു പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ അപൂർവമായിട്ടുള്ള ചില വീടുകളിൽ വാസ്തുപ്രകാരം കുട്ടികളില്ലാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കന്നിമൂലയുടെ ദോഷമായിട്ടും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ കന്നിമൂലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഭാഗം വളരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചില ഫെങ്ഷു ടൂളുകളിലേക്ക് പോവാം. ഇത് ഒരു ജോഡി മണ്ടേരിയൻ ഡക്സ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കന്നിമൂല സംബന്ധമായിട്ടുള്ള ദോഷങ്ങളിൽ ഉള്ള രണ്ട് കാരണങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ തെക്കു പടിഞ്ഞാറ് നമുക്ക് മിസ്സിങ് ആവുക, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരിക, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വരിക, സെപ്റ്റിക് ടാങ്ക് വരിക, അത്തരത്തിലുള്ള ദോഷങ്ങൾ തെക്കു പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടേരിയൻ ഡെക്സ് ഇത് വളരെ ചെറിയൊരു ടൂളാണ്. ഇതിൻ്റെ വലിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല വിലയിലുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ഏത് തരത്തിലുള്ള ഒരു മണ്ടേരിയൻ ഡെക്സ് വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കുന്നത് കപ്പിൾസിൻ്റെ ഐക്യത്തിന് നല്ലതാണ്. അടുത്തത് ഈ കന്നിമൂലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികളുടെ വിവാഹം നിൽക്കുന്നത്. ഇപ്പം 29 വയസ്സായിട്ട്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വിളിച്ച് തുടങ്ങി 29 വയസ്സായി, മകളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫോണിൽ കൂടെ ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് മുറിയാണ്? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറിയാണ്. എന്നുവെച്ചാൽ ആ മുറിക്ക് ടോയ്ലറ്റ് ഉണ്ടോ? ഉണ്ട്. അതിനോട് ചേർന്ന് ആ ഭാഗത്ത് അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് കന്നിമൂലയിൽ കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സമുണ്ടാകും. അപ്പം അത്തരം വിവാഹ തടസ്സമുള്ളവർക്ക് ആ ടോയ്ലറ്റിന് ചില പരിഹാരങ്ങളുണ്ട്, അത് ചെയ്യുക. അതിനുശേഷം ആ വിവാഹം നടക്കാനുള്ള പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടേരിയൻ ഡെക്കിൻ്റെ സ്റ്റാച്ചു വയ്ക്കുക. 2023 സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ നക്ഷത്രം നിൽക്കുന്നത് നമ്മുടെ എല്ലാം വീടിൻ്റെ ലോകത്തെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, വീടിൻ്റെ മധ്യഭാഗത്താണ്. അപ്പം അവിടെ നമുക്കൊരു ജോഡി മണ്ടേരിയൻ ഡെക്സ് വയ്ക്കാം. അവിടെ ഒരു ലക്കി ബാമ്പുവിൻ്റെ ചെടി വയ്ക്കാം. ഇതൊക്കെ വിവാഹത്തിന് നല്ലതാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ഫെങ്ഷുയിലുള്ള മുക്കാലി തവളയെ വാങ്ങിച്ചു വയ്ക്കാം. ലിവിങ് റൂമിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നിലത്താണ് ഇത് വെക്കേണ്ടത്. ചില വീടുകളിലേക്ക് സ്റ്റാൻഡൊക്കെ അടിച്ച് ഒരുപാട് ഉയരത്തിൽ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അത് നല്ലതല്ല. അടുത്തത് സിട്രിൻ്റെ സ്റ്റോൺ ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സിട്രിൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോണാണ്. ഇത് നാച്ചുറലായിട്ടുള്ള സ്റ്റോണാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് ധരിക്കുന്നതും സമ്പത്ത് നേടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ബൗളിനകത്ത് നിറച്ച് സിട്രിൻ്റെ സ്റ്റോണും ചൈനീസ് കോയിനും കൂടെ എടുത്ത് നമ്മളുടെ ലിവിങ് റൂമിൻ്റെ സൗത്തിലോ ബെഡ്റൂമിൻ്റെ സൗത്തിലോ ഒക്കെ വെക്കുന്നത് വെൽത്ത് അട്രാക്റ്റ് ചെയ്യാനും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും നല്ലതാണ്. 2023 മാത്രമാണ് ഇത് സൗത്തിൽ വയ്ക്കുന്നത്. അത് വെൽത്ത് സ്റ്റാർ 8 അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് സൗത്തിൽ വയ്ക്കുന്നത്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് സാധിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ മെറ്റൽ ടോട്ടേഴ്സിനകത്ത് എഴുതി വയ്ക്കാം. ഏറ്റവും ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം എന്താണോ അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്ക് വെച്ച് എഴുതി ആമയ്ക്കകത്ത് വെച്ച് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ആമയെ വാങ്ങിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് എനർജൈസ് ചെയ്തിട്ടുള്ളൊരു ആമയെ വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ വെറുതെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു എന്ത് സാധനമായാലും അതിനകത്തോട്ടൊരു പവർ കൊടുത്തിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എനർജി കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.